ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു വെട്ടുകേക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇതിന് മുന്നേ മൈദ വെച്ചിട്ടുള്ള വെട്ടുകേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ആട്ട വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൊട്ടടുത്ത് ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷെയർ ബട്ടനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏറ്റവും താഴെയായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്കതിൽ എഴുതാവുന്നതാണ്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം വരുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വെട്ടുകേക്ക് നല്ല ക്രിസ്പിയാണ്, പുറമെ അകം നല്ല സോഫ്റ്റ് ആണാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 3 കപ്പ് ആട്ടപ്പൊടി വേണം. ഞാൻ 2 കപ്പ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ 3/4 കപ്പ് മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ഒഴിവാക്കിയിട്ട് ഫുള്ള് ആട്ട എടുക്കാം കേട്ടോ. 1/4 കപ്പ് റവ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. ഈ അടിച്ചെടുത്ത മിക്സ് നമുക്ക് നമ്മുടെ ആട്ടപ്പൊടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എക്സ്ട്രാ നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഞാൻ 1 കപ്പ് ആട്ടപ്പൊടിയും 1/4 കപ്പ് മൈദയും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ച് വരുമ്പോൾ ലൂസായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആട്ടപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കണം. ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി മാത്രം യൂസ് ചെയ്യാം കേട്ടോ. കാരണം മൈദ ഇതിൽ ഒട്ടും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ആ മൊത്തം ആട്ടപ്പൊടിയും മൈദയും ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരാനായിട്ട് കുറച്ച് നെയ്യ് തടവി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു പരുവത്തിന് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്കിത് കുഴച്ചെടുക്കണം. നമ്മുടെ കുഴ നന്നായാലാണ് നമ്മുടെ വെട്ടുകേക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കാനില്ല. ആ ഒരു ചപ്പാത്തിയുടെ പരുവം എന്നെ വരെ കുഴച്ചെടുക്കുക. ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നനഞ്ഞ തുണി കൊണ്ടാണെങ്കിലും മൂടി വെച്ചാൽ മതി കേട്ടോ, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്കത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കത് ഇതുപോലെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇതുപോലെ വെട്ടുകേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കൽ. കാരണം നല്ല ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വെട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടുന്നവരൊക്കെ ഉണ്ട്. ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കാം. പിന്നെ ഇത് ഇതുപോലെ 2 സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെട്ടുകേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം. കാരണം ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല, പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ആട്ടപ്പൊടി ആയതുകൊണ്ട് അത്ര എണ്ണ കുടിക്കുകയൊന്നുമില്ല. അതുപോലെ നല്ല ഹെൽത്തി ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മൈദ വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് തീർത്തും ഒഴിവാക്കാം.
ഇപ്പോൾ നമുക്ക് വെട്ട് കേക്കൊക്കെ കടയിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കരമായിട്ട് തണുത്തിട്ടാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റും. അവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക്